നിങ്ങൾക്ക് മുമ്പ് സമാഗതരായതിന്റെ ഉദ്ദേശം ഇസ്ലാമിക ചരിത്രത്തെ ആളുകൾ തൽക്കൽവികൽക്കണം ലേഖനം ചെയ്യപ്പെട്ട ഇന്ത്യ കണ്ട ആദ്യ അരബ് പടയോട്ടം നയിച്ച ധീരയോദ്ധാവിനെ കുറിച്ച് ആവിഷ്കരിക്കാനാണ് ഞങ്ങളുടെ കഥയുടെ പേര് സിന്ധിന്റെ പടനായകൻ. അതെ, സിന്ധിന്റെ പടനായകൻ. അഖില ജനാചര സൃഷ്ടാവിനാം അന്തോതി പാടിടാ അഴകിൽ താങ്ങാൻ നബിയോരിൽ സ്വലാത്ത് പുലർത്തിടാ അഴകിൽ താങ്ങാൻ നബിയോരിൽ സ്വലാത്ത് പുലർത്തിടാ. അരേബ്യയുടെ ദിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സരാവത്ത് മലകളാൽ ചുറ്റപ്പെട്ട കൊച്ചു ഗ്രാമം. തേൻ കൃഷിയാലും മുന്തിരി തോട്ടങ്ങളാലും നിബിഡമായ ത്വായിഫിലെ പ്രധാന പ്രഭു കുടുംബമാണ് സഖഫ് ഗോത്രത്തിൽ തന്നെ ഉയർന്നതായ അമോഘ്യോസനാണ് കാസിമായി അദ്ദേഹത്തിന്റെ ഭാര്യ ഹബീബും ഏറെ സന്തോഷത്തിലാണ്. എന്താണെന്നല്ലേ, അതെ, വൈകാതെ അവർക്കൊരു കുഞ്ഞു പിറക്കാൻ പോവുകയാണ്. തനിക്കൊരു ആതിരിയെ തരണമെന്ന് അയാൾ റബ്ബിനോട് രാപ്പകലും ഭേദം പിന്നെ പ്രാർത്ഥിച്ചു. അങ്ങനെ വൈകാതെ അവർക്ക് ആതിരി പിറന്നു. ജനിച്ച ഉടനെ മുഹമ്മദ് ബിൻ ഖാസിം കുഞ്ഞോടെ കാതിൽ ബാങ്ക് വിളിച്ചു. തൻ മനസ്സിൽ കണ്ട ആ പേരിനെ കുഞ്ഞോടെ കാതിൽ ഉച്ചരിച്ചു. എന്താണ് ആ പേര്? മനസ്സിൽ മധുരം കിനിയും അഴകേ മദദും ഉടയോണ്ട് റസൂലരെ നാമമദ് അസ്റുൽ അവിരിയ മുഹമ്മദരേ. ആരംഭ പൈതലിനെ കണ്ടില്ലാതെ ആയിരം പൂമുഖരപ്പിൽ തേടുന്നു തണലേ. ആയുധമേന്താനാ തിരുവിന് സമമായൊരു ഹൽക്കില്ല. ആലമിലകിടം കേട്ടി നിറഞ്ഞൊരു പേരും കയ്യിലില്ല. മുഹമ്മദ്, അതെ, നേന്ത്രപടവത്തിന്റെയും നീതിയുടെ മകദോഹനമായ മുത്തുനബിയുടെ പേരല്ലാതെ മറ്റ് എന്ത് പേരാണ് തന്നെ നൽകേണ്ടത്? പക്ഷേ കൂടുന്ന സമയം അദ്ദേഹത്തെ തുടരാനായില്ല. കുഞ്ഞു കാസിമിന്റെ ബുദ്ധിയിലേക്ക് മുമ്പേ അദ്ദേഹം നാട്ടിലേക്ക് യാത്രയായി. ഇന്നാണില്ല. പക്ഷേ പിതാവിന്റെ തീരിക ലക്ഷ്യം തെറ്റിയില്ല. ഇത്തിരപ്പുന്ന പ്രായത്തിൽ തന്നെ മുഹമ്മദ് ബിൻ ഖാസിമ ബുദ്ധിമൈബം കൊണ്ട അയോധനകളിലെ മൈബലക്കം കൊണ്ട താഴ്ചക്കാരെ അമ്പരപ്പിച്ച അമബീബയുടെ കാലത്ത് നാടിനെ മൊത്തം കിട്ട പരപ്പിച്ച അച്ചാജിബിളിന്റെ അനന്തരമാണ് നമ്മുടെ കഥാനായകൻ. തന്റെ കുമാരകാത്തുന്ന പേർഷ്യയിലെ ഗവർണറുകൾ അവിടുത്തെ വിപ്ലവകാരികളെല്ലാവരും മാറ്റിച്ചവർത്തുകയും ചെയ്തു. പെട്ടെന്നാണ് ഹജ്ജാജിന്റെ ദർബാറിൽ നിന്ന് വരുന്നത്. എന്തിനാണല്ലേ? മുന്നേറ്റം ഹജ്ജാജിന് സുറൂറായല്ലോ. ദീനിന്റെ അബ്വാബ് തുറക്കപ്പെട്ടേ ആകെയും സന്തോഷം കൊണ്ടൊലിവായല്ലോ. കൊല്ലം സാരി കോർവാറിൽ നിന്ന് എടുക്കുന്നേ ഔലാദും എല്ലാം വസ്തുനാക്കിയെടുക്കുന്നേ. മുത്തായ കാസിം തങ്ങൾ സിന്ദാരനല്ലോ. മുന്നേറ്റം ഹജ്ജാജിന് സുറൂറായല്ലോ. മുഹമ്മദ് ബിൻ ഖാസിം കൊട്ടാരത്തിലെത്തി. ജിഗ്നേസിയോടും ഹജ്ജാജിനോടും ചോദിച്ചു, എന്തായിടപ്പ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. സിലോണിലെ രാജാവ് നമുക്കയച്ച സമ്മാനങ്ങൾ അടിക്കുന്ന കപ്പൽ സിന്ധിലെ കടൽ കൊല്ലക്കാർ കൊല്ല അടിച്ചിരിക്കുന്നു. കപ്പലിൽ സമ്മാനത്തിന്റെ പുറമെ ശ്രീലങ്കയിലും മറച്ചു വീണ ഭടന്മാർ, വിധവകളായ ഭാര്യമാർ, അവരുടെ മക്കളും ഉണ്ടായിരുന്നു. അവരുടെ മേൽ കൈവെക്കാൻ ഈ കള്ളക്കാഫിറുകൾക്ക് എങ്ങനെ ധൈര്യമാണ്? അതും അമ്മവിലെ ഭരിക്കുന്ന ഇക്കാലത്തും ഖലീഫ സ്വന്തക്കാരൻ ഇക്കാലിന് ഉത്തരം തന്നിട്ടുണ്ട്. ഉത്തരം ലഭിച്ചുടനെ മുഹമ്മദ് ബിൻ ഖാസിം സിന്ധിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ 1000 വർണ്ണ കല്ലെർപ്പെടുക, 1000 വർണ്ണ കുതിരപ്പടയവ, 5 പമ്പകവുമായ മുസ്ലിം സൈന്യം സിന്ധിന്റെ അതിരത്തിൽ എത്തിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. എന്താണ് ആ കാഴ്ച? ചെങ്കോലം കൈയിലേറ്റി പടവാലെടുക്കലായി തൗഹീദിൻ മന്ത്രാല യുദ്ധം ചോരൂരിലായി ഉച്ചത്തിലായി ചോര കണ്ട് ഭൂമിയും തരിക്കലായി. ഉച്ച പോലെ പ്രകാശിക്കും കാസിം സിറാജരെ, ഉച്ച പോലെ പ്രകാശിക്കും കാസിം സിറാജരെ, ഉടേരുണ്ട് അമ്രുമായി വരിക്കലായി സിന്ധു കൊള്ളും നീതിയും തരിക്കലായി. സുന്ദരനും സുമകരമായ ഒരു ബാബ തലയെടുപ്പോടെ മാറി പിരിച്ച് ഊര്യം പിടിച്ച വാലുമായി സൈന്യത്തിൽ നിൽക്കുന്നു. ആരാണ്? അത് മറ്റാരുമായിരുന്നില്ല, മുഹമ്മദ് ബിൻ ഖാസിമായിരുന്നു. വൃദ്ധരും അതിവീക്ഷ യുവാക്കളും മുടങ്ങുന്ന ഈ വമ്പ സൈന്യത്തെ നയിക്കുന്ന ഈ ചെറു പ്രായക്കാരാണ്. പലരും അന്തം വിട്ടു നോക്കി.
പലരും അന്തമിട്ട് നോക്കി. വൃദ്ധരും അതിരക്ഷ യുവാക്കളുമാണ് ഈ വമ്പാൻ സൈന്യത്തെ നയിക്കുന്നത് ഈ ചെറുപ്രായക്കാരാണ്. മുഹമ്മദ് ബിൻ ഖാസിമിന്റെ പേരിൽ അപ്രബാലികളും താണ്ടിരുന്നെങ്കിലും അദ്ദേഹത്തെ കാണാത്തവരായിരുന്നു ഭൂരിഭാഗവും. പ്രായഭേദം പിന്നെ 1000 കണക്കിന് അടങ്ങുന്ന സൈന്യം തന്റെ ഒരു ചാണ്ട് കൈക്കാതിരിക്കാൻ എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്റെ പടവാകൽ ആകാശത്തെ കൊത്തിയ അദ്ദേഹം ഒരു ചെയ്തു. തീരന്മാര് ശത്രുപക്ഷത്തെ വലിയൊരു സൈന്യം നിങ്ങൾ കാത്തിരിപ്പെട്ട ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളർന്നതിനെ പറ്റി ചിന്തിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദുമായി മുന്നേറുക. ഈ യാത്രയിൽ നിങ്ങൾക്ക് പഠിച്ച റബ്ബുണ്ട്. ജയിച്ചാൽ തിരൊരു യോദ്ധാവ്, മരിച്ചാൽ തിരൊരു ഷഹീദ്. അല്ലാഹു അക്ബർ. മുസ്ലിം സൈന്യം സിന്ധിലെ മുഖമോലാക്കലം മിറച്ചു കയറി നിമിഷങ്ങൾ കൊണ്ട് യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. വാലും പരാജയം പുതകളിയേറ്റപ്പെട്ട തന്നെ ഘോരമായ ശബ്ദങ്ങൾ യുദ്ധത്തിന്റെ വീരം കുതിരപ്പുറത്തുന്ന മുഹമ്മദ് ബിൻ ഖാസിം അനായാസം വൈവേഗത്തോടെ എതിരാളികളെ അയച്ചുവെത്തി യുദ്ധം തുടങ്ങി. ആളുകൾ പിന്നോട്ടുകൾ ആളുകൾ കണ്ടത് ദേഹമസുകളും മുറിവുകളുമാണ്. ചോരയിൽ കുറിച്ചുള്ള മുഹമ്മദ് ബിൻ ഖാസിമെയാണ്. മുഹമ്മദ് ബിൻ ഖാസിം തന്റെ രക്തപകിലയുടെ പാലുകൊല കൊണ്ട് കാഴ്ചക്കാരെ അമ്പരപ്പിച്ചു. തന്റെ പാലുപനയിൽ പറഞ്ഞ എല്ലാ ശത്രുക്കളെ ഇടതടമില്ലാതെ യമവരിലേക്ക് അയച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ തന്റെ മുഖ്യതായിരുന്നു അദ്ദേഹം സിന്ധു മുഴുവനും കണ്ണീരിലാക്കിക്കൊണ്ട് മുഹമ്മദ് ബിൻ ഖാസിം സിന്ധിൽ നിന്ന് വിട പറയുകയാണ്. ബഹറിന്റെ അഴകരിൽ ഓലങ്ങൾക്ക് മൽവരം പടപ്പാട് പാടിടുന്ന കാട്ടിലേക്ക് നൊമ്പരം ആലമേലാകെയും അന്ന് ദുഃഖസാഗരം സയ്യിദായ ഖാസിം തങ്ങൾ വേർപാടിൻ നൊമ്പരം. ഇതോടെ നിങ്ങൾ ചരിത്ര പ്രശ്നത്തിന്റെ തിരശ്ശീല.